നമസ്കാരം. ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണ പടവലങ്ങ കൊണ്ടുള്ള ഒരു ഉപ്പേരിയാണ്. അത് എങ്ങനെയാണ് ഇന്ന് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം. പടവലങ്ങ കൊണ്ടുള്ള ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 2 പടവലങ്ങ നമ്മൾ കഴുകി വൃത്തിയാക്കി റെഡിയാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മളൊരു ചെറിയൊരു കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചത് ഒരു വിസിൽ അടിച്ച് നമ്മൾ വേവിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു ഉപ്പേരിയാണ് പടവലങ്ങ ഉപ്പേരി. ഇനി നമുക്കൊരു അരമുറി നാളികേരം ചിരകി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. നമ്മൾ ഒരു 3 നാടൻ പച്ചമുളക് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിന് വേണ്ടി ഒരു 5-6 ചെറിയ ഉള്ളി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് ചതച്ച് എടുക്കാം. നമുക്ക് അധികം അരയേണ്ട. ഇനി നമുക്ക് വേവിച്ച് വെച്ച പടവലങ്ങ നമ്മൾ കുക്കറിൽ ചെറുതായിട്ട് അരിഞ്ഞ് വേവിച്ച് വെച്ച പടവലങ്ങ നമുക്കൊരു അരിപ്പക്കൈയിലേക്ക് ഊറ്റിയെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് നമുക്ക് നല്ല പോലെ നമുക്ക് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് കുറച്ച് കടുകിടാം. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് വറ്റൽമുളക് ഇടാം. കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. 4-5 വറ്റൽമുളക് നമ്മൾ ചെറുതായിട്ട് മുറിച്ച് അതിലേക്ക് ഇടുകയാണ്. അത് നന്നായിട്ട് മൂക്കട്ടെ. വറ്റൽമുളക് നന്നായിട്ട് മൂത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി അതിലേക്ക് കുറച്ച് കരിവേപ്പില നമുക്ക് ഇടാം. ഇതെല്ലാം നന്നായിട്ട് മൂത്ത് കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ചതച്ച് വെച്ച നാളികേരം അതിലേക്ക് ഇടുകയാണ്. ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കാം. നാളികേരം ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഊറ്റി വെച്ച പടവലങ്ങ അതിലേക്ക് ഇടാം. ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള പടവലങ്ങ ഉപ്പേരി നിങ്ങളെല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. നല്ലൊരു ടേസ്റ്റുള്ള ഉപ്പേരിയാണിത്. കഞ്ഞിക്കെല്ലാം കൂട്ടി കഴിക്കാൻ. നമുക്ക് പടവലങ്ങ വേവിച്ചപ്പോൾ നമ്മൾ ഉപ്പിട്ടുണ്ടായിരുന്നു. എന്നാലും നമുക്ക് ലേശം കൂടി ഉപ്പിടാം. ഉപ്പിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാനായിട്ട് പടവലങ്ങ ഇടാം. ഇതെന്തായാലും നന്നായിട്ട് മൂത്ത് കഴിഞ്ഞു. നമുക്ക് വെള്ളം കളഞ്ഞു വെച്ച പടവലങ്ങ അതിലേക്ക് നമുക്കിടാം. ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കാം. ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് നമുക്ക് ഉപ്പൊക്കെ ഇല്ലെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ഇടാം. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ നമുക്ക് ഒഴിക്കാം. ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി അടിപൊളിയായിട്ട് നമുക്ക് യോജിപ്പിച്ചെടുത്തിട്ട് എന്തായാലും നന്നായിട്ട് വെള്ളമൊക്കെ വാർന്ന് അടിപൊളിയായിട്ടുണ്ട്. ഇങ്ങനെയുള്ള പടവലങ്ങ ഉപ്പേരി നമുക്ക് ഉണ്ടാക്കാം. നിങ്ങളെല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റുള്ള ഒരു ഉപ്പേരിയാണ്. കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഉപ്പേരിയാണ്. ഇതെല്ലാവരും വീട്ടിലുണ്ടാക്കുക. ഇനി നിങ്ങളെല്ലാവരും ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി എത്തുന്നവരെ നന്ദി, നമസ്കാരം.